So this is our next question. Big countries. World is our table. So question noka. Name is the primary key, column with unique values for this table. Each row of this table gives information about the name of a country, the continent to which it belongs, its area, the population and its GDP value. Okay, so ഈ നെയിം എന്നുള്ളത് കൺട്രി നെയിമാണ്. കോണ്ടിനെന്റ് എന്നുള്ളത് ഈ കൺട്രി ഉൾക്കൊള്ളുന്ന കോണ്ടിനെന്റ് ഏതാണെന്ന് വെച്ചാൽ, പിന്നെ കൺട്രിയുടെ ഏരിയ, പോപ്പുലേഷൻ, GDP. Okay, so a country is big if it has an area of at least, ഈ ഒരു കീവേഡ് നമ്മൾ നോക്കണം, at least 3 million, or it has a population of at least 25 million. ഓക്കെ, അപ്പോൾ ഒരു കൺട്രി ബിഗ് ആണെന്ന് എങ്ങനെ പറയാം? ഇവരുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ആ കൺട്രി അറ്റ്ലീസ്റ്റ്, അതായത് മിനിമം 3 million എങ്കിലും ഉണ്ടായിരിക്കണം, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ. ലൈക്ക് അതൊരു 3 million ആണെങ്കിൽ ഓക്കെയാണ്, 3 million കൂടുതലാണെങ്കിൽ ഓക്കെയാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെയും സെയിം ആണ്. പോപ്പുലേഷൻ അറ്റ്ലീസ്റ്റ് 25 million, അതായത് 25 million ആണെങ്കിലും ആ ഒരു കൺട്രി ബിഗ് ആണ്, ഓർ അതിൽ കൂടുതലാണ്, 25 million കൂടുതലാണെങ്കിൽ കൺട്രി. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇപ്പോൾ ഒരു ഓവർ കണ്ടീഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഒരു കൺട്രിയുടെ ടോട്ടൽ ഏരിയ 3 million കൂടുതലോ അല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ 25 million കൂടുതലോ ആണെങ്കിൽ ആ കൺട്രി ബിഗ് എന്ന് പറയാം നമുക്കിവിടെ. റൈറ്റ് എ സൊല്യൂഷൻ ടു ഫൈൻഡ് ദ നെയിം, പോപ്പുലേഷൻ, ഏരിയ ആൻഡ് ഏരിയ ഓഫ് ബിഗ് കൺട്രീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ വെച്ച് വലിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. റിട്ടേൺ ദ റിസൾട്ട് ഇൻ എനി ഓർഡർ. പ്രത്യേകിച്ച് ഒന്നും അറേഞ്ച് ചെയ്യാനൊന്നും പറയുന്നില്ല. സോ നമുക്ക് ഇതിൻ്റെ ഒരു ടേബിൾ എക്സാമ്പിൾ നോക്കാം. വേൾഡ് എന്നുള്ള ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെയിം ഓഫ് ദ കൺട്രി അഫ്ഗാനിസ്ഥാൻ, കോണ്ടിനെന്റ് വിച്ച് ഇറ്റ് ബിലോങ്സ് ടു, അതിൻ്റെ ഏരിയ, പോപ്പുലേഷൻ, GDP. ഇവിടെ ഒരു GDP എന്നുള്ള ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഈ ഒരു കോളം നമുക്ക് ഇവിടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഔട്ട്പുട്ട് ടേബിൾ ഇതാണ് നമുക്ക് വേണ്ടത്. നെയിം വേണം, പോപ്പുലേഷൻ വേണം, ഏരിയ വേണം. ഓക്കെ, സോ നമുക്ക് ക്വയറി ഒന്ന് റൈറ്റ് നോക്കാം. ഫസ്റ്റ് സെലക്ട് ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഔട്ട്പുട്ട് ടേബിളിൽ കാണിക്കുന്നത് നെയിം, പോപ്പുലേഷൻ, ഏരിയ. സോ നെയിം, പോപ്പുലേഷൻ, ഏരിയ. ഓക്കെ, കോളംസ് ആർ സെയിം, റൈറ്റ്? നെയിം, ഏരിയ ആൻഡ് പോപ്പുലേഷൻ. നെയിം, പോപ്പുലേഷൻ, ഏരിയ. സോ ഇതാണ് നമുക്ക് വേണ്ട കോളം. ടേബിൾ നെയിം ഏതാണ്? വേൾഡ്. ഫ്രം വേൾഡ് വേർ എന്താണ് ഇവിടെ കൺട്രി ബിഗ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കൺട്രി ബിഗ് ആവാനുള്ള ക്രൈറ്റീരിയ എന്താണ്? ഇതിൻ്റെ ഏരിയ അറ്റ്ലീസ്റ്റ് എത്ര ഉണ്ടായിരിക്കണം. ഓക്കെ, സോ വേർ ഏരിയ അറ്റ്ലീസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, മിനിമം 3 million ആയിരിക്കണം, കൂടിയാലും കുഴപ്പമില്ല. ഏരിയ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് നമ്പർ. ആൻഡ് ഉപയോഗിക്കാൻ പാടില്ല. ആൻഡ് ഉപയോഗിച്ചാൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ്. ഓറാണ് ഉപയോഗിക്കേണ്ടത്. ഓർ ഏരിയ 3 million ആയിരിക്കണം, അതിൽ കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് നമ്പർ. സോ ഓർ പോപ്പുലേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് നമ്പർ. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് ടേബിൾ? നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഇതാണ്. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്, ബോത്ത് ആർ സെയിം, റൈറ്റ്? അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിവിടെ അക്സെപ്റ്റഡ് ആണ്. ഇതിൻ്റെ രണ്ട് തരത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മളിപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കേസ് 1, അതായത് ഇത് പല പ്രോബ്ലംസ് ഇട്ട് നോക്കും. അതായത് ഇപ്പോൾ ഈ ഒരു ബേസ് ടേബിളിൽ ഇപ്പോൾ ഇവിടെ ഒരു 6 റോസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കാണാം 6 ടെസ്റ്റ് കേസസ് ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ടെസ്റ്റ് കേസും ഇതിൻ്റെ റോസ് നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും 1-2 ടെസ്റ്റ് കേസ് മാത്രമേ ഇവർ ട്രൈ ചെയ്യൂ. അപ്പോൾ ഇവിടെ അക്സെപ്റ്റഡ് കാണിക്കും. ചില സമയം നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇത് ഇവിടെ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഒരു 6 അല്ലെങ്കിൽ 6-ൽ കൂടുതൽ അങ്ങനെയൊക്കെ ടെസ്റ്റ് കേസസ് പാസ്സാവണം. അങ്ങനെ മാത്രമേ ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ രണ്ടും ഓക്കെയാണ്. സോ അത് അക്സെപ്റ്റഡ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.